ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മായാസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് ഏത്തപ്പഴം കൊണ്ടുള്ള ഹൽവയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഏത്തപ്പഴം കൂടുതൽ പഴുത്താൽ കഴിക്കുവാൻ പൊതുവെ എല്ലാവർക്കും മടിയാണല്ലോ. പിന്നെ പുഴുങ്ങുകയേ രക്ഷയുള്ളൂ. അതുകൊണ്ട് ഹൽവ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഈ റെസിപ്പി തന്നത് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു മൈ ചിറ്റമ്മ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക. ഹൽവ ഉണ്ടാക്കുവാനായി നല്ലവണ്ണം പഴുത്ത 5 പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം, ശർക്കര, നെയ്യ് ഈ 3 ഐറ്റംസ് മാത്രം മതിയാകും ഏത്തപ്പഴം ഹൽവയ്ക്ക്. പഴം കട്ട് ചെയ്ത് ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. തരിയില്ലാതെ പഴം അരച്ചെടുക്കുക. ശർക്കര പാനിക്കായി 200 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര ഒന്ന് ഉടച്ചിട്ട് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ശർക്കര പാനിയാക്കുവാൻ കുറച്ചു മാത്രം വെള്ളമെടുക്കുക. 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ശർക്കര പാനി കുറുകേണ്ട കാര്യമൊന്നുമില്ല. ശർക്കരയെല്ലാം അലിഞ്ഞ് തിളച്ചു വരുമ്പോൾ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന പഴം ചേർക്കുക. കൈവിടാതെ ഇളക്കി അരച്ച പഴം ശർക്കര പാനിയുമായി മിക്സ് ചെയ്തെടുക്കുക. തുടരെ ഇളക്കി കൊടുക്കുക. ഈ കൂട്ടിൽ നിന്നും വെള്ളം വറ്റി തുടങ്ങുമ്പോൾ 1/4 കപ്പ് നെയ്യ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഹൽവയിലെ ജലാംശമൊക്കെ വറ്റി നെയ്യ് തെളിഞ്ഞു വരുന്നുണ്ട്. പാനിൽ നിന്നും ഹൽവ വിട്ടുവരുന്ന ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഈ പാകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എണ്ണ പുരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് ചൂടോടെ തന്നെ ഹൽവ മാറ്റുക. തണുക്കുമ്പോൾ നമുക്ക് ഹൽവ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഹൽവ കഴിക്കുവാനായി 2 പേർ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് ആദ്യം കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബനാന ഹൽവ കഴിക്കാൻ പോവാണ്. അച്ഛൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു. ഞാനിനി ടേസ്റ്റ് ചെയ്യാൻ പോവാ. വെരി ഗുഡ്. പക്ഷെ കുറച്ച് സ്ക്വിജി ആണെങ്കിലും നല്ല സ്വാദുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. തംസ് അപ്പ്. യെസ്, വെരി ഗുഡ്.